ഇന്ന് നമ്മൾ ഷാജൻ കറിയന്റെ മലൻ ചാനലിൽ നിന്നും അണ്ടിമുക്ക് ഷാജിലെ ഒരു കുണ്ടനമ്മാവനെ കൊണ്ടുവന്നിട്ടുണ്ട്. കേട്ട് നോക്കാം. പരിശീലനവും നൽകി സഹായിച്ചിട്ടുള്ള രാജ്യമാണ് ഇറാൻ. നമുക്കിതിനെ അറിയാം. ഹിസ്ബുള്ള, ഹമാസ്, ഹൂതി മുതൽ പിന്നെ ഇനിയെ എണ്ണിയാ തീരാത്ത എത്രയോ തീവ്രവാദ സംഘടനകൾ. ഇവരെല്ലാവരും ഇറാൻ്റെ തണലിലാണ് വളർന്നത്. ഇറാൻ അവരുടെ എണ്ണ വ്യാപാരത്തിലൂടെ മറ്റും ലഭിക്കുന്ന പണത്തിൽ വലിയൊരു ശതമാനം ഈ തീവ്രവാദ എന്റെ പൊന്നാര മിത്രമേ, പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി എടുത്തു കൊടുക്കുന്ന സംഖ്യകളുള്ള നാട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ മിത്രം പറയാണ്, എവിടെയോ കിടക്കുന്ന വിദേശ രാജ്യം അതൊരു ഇസ്ലാമിക രാജ്യമായതുകൊണ്ട് ആ രാജ്യങ്ങളെല്ലാം തീവ്രവാദികളുടെ രാജ്യമാണ്. ജനിച്ച മണ്ണിന് യാതൊരുവിധ ദാക്ഷിണ്യമില്ലാതെ ഒറ്റുകൊടുക്കുന്ന സംഖ്യകളെല്ലാം രാജ്യസ്നേഹികൾ. സംഘടനകളെ തീറ്റിപ്പോറ്റാൻ വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇറാൻ പടക്കളത്തിൽ നിസ്സഹായരായി നിൽക്കുകയാണ്. ഈ തീവ്രവാദ സംഘടനകൾ ആരും തന്നെ ഇന്ന് ഇറാനെ സഹായിക്കാനില്ല. ഇനി സഹായിക്കണമെന്ന് അവർ ആഗ്രഹിച്ചാൽ പോലും അത് നടക്കില്ല എന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എല്ലാവരും ഇപ്പോൾ മാളങ്ങളിൽ ഒളിച്ചിരിക്കുകയാണ്. തങ്ങളെ സഹായിക്കും എന്ന് ഇറാൻ കരുതിയിരുന്ന തുർക്കി പോലും ഇപ്പോൾ മുങ്ങിയിരിക്കുകയാണ്. ഇതിനെ നമുക്ക് കർമ്മഫലം എന്ന് വേണമെങ്കിൽ പറയാം. നീ കർമ്മബലെന്നോ തേങ്ങബലെന്നോ മാങ്ങബലെന്നോ എന്തെങ്കിലും തേങ്ങ നീ പറ. പക്ഷേ തീവ്രവാദികളാണെന്ന് പറയാനുള്ള യാതൊരുവിധ റൂൾസും നിനക്കില്ല. ജീവിക്കാനുള്ള അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ അവിടെ പ്രതിരോധങ്ങൾ സംഭവിക്കും, സ്വാഭാവികമാണ്. അങ്ങനെ ഒരു പ്രതിരോധമാണ് അവിടെ സംഭവിക്കുന്നത്. അതിനെയാണ് നീ തീവ്രവാദം എന്ന് പറഞ്ഞുകൊണ്ട് അവഗണിക്കുന്നത്. ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കിയും മാപ്പെഴുതി കൊടുത്ത ശീലമേ നിനക്കൊക്കെ ഉള്ളൂ എന്ന് നമുക്ക് നല്ലപോലെ അറിയാം. നിന്നോടാണ് നമ്മൾ വന്ന് പറയുന്നത് ജീവിക്കാനുള്ള അവകാശത്തെക്കുറിച്ച്. പഠിച്ചതല്ല, നീയൊക്കെ പാടിക്കോ. ഈ വിഷയങ്ങൾ പറയുമ്പോൾ ഇവിടെ കറണ്ട് പോയി, അതുകൊണ്ടാണ് എൻ്റെ മുഖം കാണാതെ പോയത്. പിന്നെ കാര്യം പറയുമ്പോൾ എൻ്റെ മുഖം കാണേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇവിടെ സൗന്ദര്യ മത്സരമൊന്നുമല്ലല്ലോ നടക്കുന്നത്. വിഷയം പറഞ്ഞില്ലേ, അത്ര തന്നെ. കറണ്ട് പോയതിന് എല്ലാവരും എന്നോട് ക്ഷമിക്കുക, അല്ലെങ്കിൽ കറണ്ട് പോയതിന് എന്നോട് എന്തിനാണ് ക്ഷമിക്കുന്നത്? അപ്പോൾ മുഖം കാണിക്കാത്തതിന് എല്ലാവരും എന്നോട് ക്ഷമിക്കുക.